നമുക്ക് പ്രദാനം ചെയ്തു. കർത്താവിന്റെ സ്നേഹവും കരുണയും കാവലും സൂക്ഷിപ്പും പരിപാലനവും നമുക്ക് അനുഭവിക്കാൻ കർത്താവ് ഇടവരുത്തി. ആയിരുന്നിടങ്ങളിലൊക്കെ ദൈവകൃപയോടെ കർത്താവ് നമ്മെ പരിപാലിച്ചു. സംവത്സരങ്ങളെ നന്മ കൊണ്ട് അലങ്കരിക്കുന്ന കർത്താവ് ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം തന്ന് ക്രിസ്തു യേശുവിലൂടെ നമ്മെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്യുന്നു. ദൈവസഭയുടെ പ്രാർത്ഥന ഞങ്ങൾക്കും തുണയായിരുന്നു. കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ചയിൽ നാട്ടിലായിരുന്നല്ലോ, കണ്ണൂരായിരുന്നു. യാത്രകളൊക്കെ ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ ഫലമായി ദൈവ സാന്നിധ്യം അനുഭവിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ചില ദിവസങ്ങളും മീറ്റിങ്ങുകളുമായിരുന്നു. ദൈവമക്കളുമായി ലഭിച്ച ആ മണിക്കൂറുകൾ ഹൃദയത്തിൽ വലിയ സന്തോഷവും ആനന്ദവും, മറുഭാഗത്ത് അഗാധമായ ദുഃഖവും ഉണ്ടായി. ദീർഘമായ സമ്മേളനങ്ങളൊന്നും അവിടെ ശുശ്രൂഷിപ്പാൻ കഴിഞ്ഞില്ല. 3 വർഷമേ ലഭിച്ചുള്ളെങ്കിലും അതൊരു അവിസ്മരണീയമായ ദിവസങ്ങളും മണിക്കൂറുകളുമായിരുന്നു. കർത്താവിന്റെ വലിയ സ്നേഹം അവിടെ ആഴത്തിൽ അനുഭവിപ്പാൻ, പരമാർത്ഥ ഹൃദയത്തോടെ സ്നേഹിക്കുന്ന ഒരുപറ്റം ദൈവമക്കളുടെ കരുതലുകളും വാത്സല്യവും എല്ലാം അനുഭവിപ്പാൻ ഇടയായി. അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് സെക്ഷനുകൾ അവിടെ ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ചതിന് എല്ലാവർക്കും നന്ദി. യാത്രയുടെ അവസാന നിമിഷം ചെറിയൊരു തടസ്സം യാത്രയിൽ നേരിട്ടെങ്കിലും അതൊരു ബുദ്ധിമുട്ട് വരാതെ കർത്താവ് അത് ക്രമീകരിച്ചു തന്നു. സൗഖ്യത്തോടെ ഇവിടെ വന്നു ചേർന്നു. പിറ്റേ ദിവസം തന്നെ നല്ല വാർത്തയോടുകൂടെ ഒരു ദിവസം ആരംഭിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം കർത്താവ് തന്ന ജയത്തിന്റെ വാർത്തയായിരുന്നു. നമ്മുടെ മക്കൾക്ക് വേണ്ടി ദൈവം തന്ന ജയത്തിന് കൈകൾ ഉയർത്തി സ്തോത്രം ചെയ്യുക. എല്ലാ കുഞ്ഞുങ്ങളെയും കർത്താവ് ഓർത്തു, കുടുംബങ്ങളെ ഓർത്തു. നല്ല ജയം ദൈവം നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിൽ ഒരുക്കി. മുൻപോട്ടുള്ള അവരുടെ പഠന മേഖലകളിൽ സർവശക്തനായ കർത്താവിന്റെ വൻകൃപയുണ്ടാകട്ടെ. എല്ലാ മക്കൾക്കും ഒരു പ്രാവശ്യം കൂടെ സഭയുടെ ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ കൺഗ്രാജുലേഷൻ. കർത്താവ് മക്കളെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഉന്നത വിജയവും അനുഗ്രഹിക്കപ്പെട്ട ഭാവിയും മുൻപോട്ട് കർത്താവ് നിങ്ങൾക്ക് എല്ലാവർക്കുമായി ഒരുക്കി തരട്ടെ. ശേഷം മോളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച പോലെ സൗഖ്യത്തോടെ ഒരു പ്രാവശ്യം കൂടെ ഈ രാജ്യത്ത് ഒരു കൂട്ടായ്മ കൂടെ കുഞ്ഞുങ്ങളുടെ കൂടെ ദൈവം ഒരുക്കി തന്നവരുടെ പഠിത്തത്തിലൊക്കെ കർത്താവിന്റെ കരം ഉണ്ടായിരുന്നു. ദൈവം സൂക്ഷിക്കുകയും പരിപാലിക്കുകയും മറയ്ക്കുകയും ഒക്കെ ചെയ്ത ദൈവകൃപയെ നന്ദിയോടെ ഓർക്കുന്നു. നാളിതുവരെ നടത്തിയ ദൈവത്തിന്റെ വിശ്വസ്തത അവർണ്ണനീയമാണ്, വലുതാണ്. അവയ്ക്ക് എത്ര സ്തോത്രം ചെയ്താലും മതി വരികയില്ല. കർത്താവിന്റെ സ്നേഹം. ശേഷാൽ മോബി ബ്രദറിന്റെ സാമോൾക്ക് കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം സ്കൂളിൽ നിന്ന് വരുന്ന വഴി ഒരു അപകടമുണ്ടായി. ഒരു വലിയൊരു അപകടമായി തീരാമായിരുന്നു. കർത്താവ് ആ കുഞ്ഞിനെ കൊടുത്ത നീക്കുപോക്കിനും വിടുതലുമായിട്ട് കൈ ഉയർത്തി സ്തോത്രം ചെയ്താണ്. ദൈവം നമ്മളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും കുടുംബങ്ങളെയും എല്ലാം കണ്ണിന്റെ കൃഷ്ണമണി പോലെ വാഹനത്തിലായാലും വഴിയിലായാലും യാത്രയിലായാലും അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴായാലും, ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നിസ്സാരമെന്ന് തോന്നിയാൽ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സഹോദരിമാർ ഗ്യാസിലാകട്ടെ കറണ്ടിലാകട്ടെ എത്രയോ അപകട വാർത്തകൾ ദൈനംദിനം കേൾക്കുന്നു. ആ മേഖലകളെല്ലാം കവർ ചെയ്യപ്പെട്ട് കർത്താവ് നമ്മെ സംരക്ഷിച്ച് സൂക്ഷിക്കുന്ന വിധങ്ങൾ എത്ര സ്തോത്രം ചെയ്താലും മതിവരാത്ത വിധമാണ്. അവയ്ക്കൊക്കെ ആയിട്ട് പ്രത്യേകം സ്തോത്രം ചെയ്യുന്നു. പുതിയ സംവത്സരത്തിലേക്ക്, പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചവരുണ്ട്. കുടുംബജീവിതത്തിലായാലും വ്യക്തിപരമായ ജീവിതത്തിലായാലും കർത്താവിന്റെ കൃപ എല്ലാവരോടും കൂടെ ഇരിക്കട്ടെ. സുബിന് പുതിയൊരു വയസ്സിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവ് ഭാഗ്യം കൊടുത്തു. വിനോദ് ഫാമിലി പുതു സംവത്സരത്തിലേക്ക് അവരുടെ കുടുംബജീവിതം പ്രവേശിപ്പാൻ കർത്താവ് അവർക്കും ഭാഗ്യം കൊടുത്തു. എളിയവരായി ഞങ്ങൾക്കും ഒരു പുതുവർഷം കൂടെ ദൈവം പ്രദാനം ചെയ്തു. കഴിഞ്ഞ ദിവസം കർത്താവിന്റെ ദയ 18-ാം തീയതി ഒരു പുതുവർഷത്തിലേക്ക് ഞങ്ങളുടെ കുടുംബജീവിതം പ്രവേശിച്ച ദിവസമായിരുന്നു. കർത്താവ് ഈ മരുഭൂമിയിൽ അങ്ങനെ ഒരു സംവത്സരം കൂടെ ഒരുക്കിയതിന് 1000 സ്തോത്രം ചെയ്യുന്നു. എത്രയോ പ്രിയപ്പെട്ടവര് ദുഃഖിതരായി, നിരാശരായി, തകർന്നവരായി, ഉടഞ്ഞുപോയ കുടുംബങ്ങളായി, രണ്ട് ചേരിയിലായി, ഒന്നുകിൽ ഒറ്റയ്ക്ക് ശേഷിക്കപ്പെട്ടവരായി ഒക്കെ കഴിയുമ്പോൾ ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ, സമാധാനത്തോടെ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം തന്ന് കർത്താവ് നടത്തിയ വിധങ്ങളെ ഇന്ന് രാത്രിയിൽ ഓർത്ത് ദൈവമായി കർത്താവിനെ മഹത്വം കരയറ്റുന്നു. അതിവേഗത്തിൽ കർത്താവിന്റെ പക്കൽ ഏൽപ്പിച്ചൊരു സന്ദേശവുമായി ഈ വചനവുമായി മുൻപോട്ട് പോകാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. ഇന്ന് 31-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് തന്ന 2 വചനഭാഗങ്ങൾ ലിങ്ക് ചെയ്താണ് സന്ദേശം കൊണ്ടുപോകുന്നത്. ഒന്ന്, ആ വായിച്ച സങ്കീർത്തനത്തിന്റെ 10-ാം വാക്യം വായിക്കാം. 31-ാം സങ്കീർത്തനം 10-ാം വാക്യം. മറ്റൊരാൾക്ക് യെശയ്യാ പ്രവചനം 41-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം എടുക്കുക. യെശയ്യാ പ്രവചനം 41-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം കൂടെ. ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. സ്തോത്രം. ഒന്ന്,
ക്ഷയിച്ചുപോയ ശക്തി. 2, ശക്തീകരിക്കുന്ന ദൈവത്തിന്റെ വാഗ്ദത്തം. ഒരു സ്വതന്ത്രം പറയാമോ? ക്ഷയിച്ചുപോയ, ബലഹീനപ്പെട്ടു പോയ, എങ്ങനെ അടുത്ത ചുവട്ടടി മുൻപോട്ട് വയ്ക്കും എന്നോർത്ത് ഭാരപ്പെടുന്നവരോട് കർത്താവ് ഒരു വാഗ്ദത്തം തരിക. ഞാൻ നിന്റെ ദൈവമാണ്, നിന്നെ ഞാൻ ശക്തീകരിക്കും. പ്രൈസ് ഗോഡ്. ഇനി എഴുന്നേൽക്കാൻ പറ്റത്തില്ല, ഇനി ചുവട്ടടി മുമ്പോട്ട് വയ്ക്കാൻ പറ്റത്തില്ല, ഇനി എങ്ങനെ മുൻപോട്ട് പോകും, എൻ്റെ കാര്യം, എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം, ഈ വക്കത്ത് നിൽക്കുന്ന ഞങ്ങളെ പിടിച്ച് കരകയറ്റാൻ ആരുണ്ട് എന്നോർത്ത് ഭാരപ്പെടുന്ന ആരെങ്കിലും ഇന്ന് രാത്രി വചനത്തിന്റെ മുൻപിലായിരിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുക, കുഞ്ഞെ, അവിടെ ഇരുന്ന് അവിടം കൊണ്ട് അസ്തമിച്ച് അവസാനിച്ച് നെടുവീർപ്പോടെ അവസാനിക്കാനല്ല, നീ പോലും അറിയാതെ നിന്റെ മേൽ ഇറങ്ങി വന്നൊരു കരം, ആ കരം നിന്നെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് മുൻപോട്ട് നടത്താൻ കഴിയുന്ന ഒരു കരം. സ്തോത്രം. നിരാത്രിയില്ല, കരത്തിൻ കീഴിൽ അമർന്നിരിക്കുന്ന ദൈവമക്കൾ അവരുടെ വിശുദ്ധ കരം ഉയർത്തി പിടിച്ചിട്ട് ധൈര്യത്തോടെ സ്തോത്രം ചെയ്യ്. ആമേൻ. ആസാഫ് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഇരുന്നു പോകുമെന്ന, പക്ഷെ അവൻ കണ്ട കാഴ്ച എന്നറിയാമോ? ഉയരത്തിൽ ഒരു കരം ഇറങ്ങി വന്ന് അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച കരം. രക്തത്താൽ ജയം. യേശുവിന്റെ നാമത്തിൽ നിന്റെ കുടുംബത്തിൽ നീ പ്രാപിക്കേണ്ട നന്മകളെ നീട്ടി നീട്ടി കൊണ്ടുപോയി നിന്റെ അവകാശമെന്ന പ്രതിഫലത്തെ തട്ടിത്തെറിപ്പിക്കാൻ വ്യാപരിച്ചു നിൽക്കുന്ന ഇരുട്ടിന്റെ ശക്തിയുടെ മണ്ഡലങ്ങളെ കണ്ട് ആകുല ചിന്തയോ ഭയമോ ഭീതിയോ അലട്ടപ്പെടുന്ന ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവമാ. അവൻ നിന്നെ വഴിയിലിട്ടിട്ട് പോകുന്നവനല്ല, അവൻ നിന്നെ വഴിയിലിട്ടിട്ട് പോകുന്നവനല്ല. അവന്റെ കരം ഇന്ന് രാത്രി എന്റെ കൂടെ ഉണ്ട്, എന്റെ കുടുംബത്തിന്റെ കൂടെ ഉണ്ട്, എന്റെ തലമുറയുടെ കൂടെ ഉണ്ട്. എന്നോടുള്ള അവന്റെ വാഗ്ദത്തങ്ങൾ തീർന്നു പോയിട്ടില്ല. ഇന്ന് രാത്രി അതിൽ ഉറപ്പുള്ളവർ ആ കരം തട്ടി എന്റെ പ്രാണനാഥന് ഒരു സ്തോത്രം കൂടെ കരയട്ടെ, എന്റെ പ്രാണപ്രിയന് ഒരു സ്തോത്രം കൂടെ കരയട്ടെ. രാത്രി അവൻ നല്ലവനല്ലോ, അവന്റെ ദൈവമുള്ളത്. സ്തോത്രം. ശാലി കർത്താവ് വെടിവെച്ച് കേട്ടോ. അനർത്ഥങ്ങൾ വ്യസന കാരണമായി തീരേണ്ട സാഹചര്യത്തിൽ കർത്താവ് വെടിവെച്ചത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എത്രയോ വിഷയങ്ങളുടെ നടുവിൽ നമ്മെ തട്ടി തകർത്ത് കളയാൻ, ഉടച്ചു കളയാൻ, അനർത്ഥം വ്യസന കാരണമാക്കി തീർക്കാൻ, നിന്റെ കൂടാരത്തിന്റെ അകത്ത് വിലാപ കൂടാരമാക്കാൻ ശത്രു പ്ലാൻ ചെയ്തു. എന്നാൽ ഇന്ന് രാത്രി ഒരു കരം നിനക്ക് വേണ്ടി ഇറങ്ങി വന്നു. അവന്റെ ബലിഷ്ഠകരം, ആ വാഗ്ദത്ത കരം, അവന്റെ ആലോചനയുടെ പൂർണ്ണത നാളിതുവരെ നിവർത്തിച്ചത്. ഇനി എങ്ങനെ മുൻപോട്ട് പോകും എന്നോർത്ത് ഭാരപ്പെടുന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുക, ഞാൻ ചെയ്യുന്നത് നീ കണ്ടാനന്ദിക്കുന്ന ദിനങ്ങൾ അതിവിദൂരമല്ലാതെ ഇനിയും മുൻപിലുണ്ട്. സ്തോത്രം. ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ അതാണ്. യെശയ്യാ പ്രവചനം 41 അധ്യായം 10 വാക്യം, 31 അധ്യായം സങ്കീർത്തനം 31:10 രണ്ടാം ഭാഗമേ ഞാൻ ഇന്ന് ധ്യാനത്തിനായിട്ട് എന്റെ മുൻപിൽ പരിശുദ്ധാത്മാവ് തന്നത്. എന്റെ അകൃത്യ നിമിത്തം എന്റെ ബലം ക്ഷീണിച്ചു, എന്റെ അസ്ഥികൾ. ഇന്ന് രാത്രി ക്ഷീണിച്ചിരിക്കുന്ന ആരെങ്കിലും ഈ ആലയത്തിലുണ്ടെങ്കിൽ ഒന്ന് കർത്താവിന്റെ ആത്മാവിന് ഒരു ദൂത് പറയാനുണ്ട്. ഇത് അഭിചാരവും മന്ത്രവാദവും ശൗനവാദവും ഒന്നുമല്ല, അകൃത്യമാണ്. സംഭവിച്ചു പോയ വാക്കിലൂടെ വന്ന, പ്രവൃത്തിയിലൂടെ വന്ന, നോട്ടത്തിലൂടെ വന്ന, സംസാരത്തിലൂടെ വന്ന, ഇടപാടുകളിലൂടെ വന്ന, ജീവിതത്തിൽ വരുത്തി വെച്ച് ചില അകൃത്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിന്റെ ബലത്തെ ക്ഷയിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി പ്രാണനാഥന്റെ മുൻപിൽ ഒന്ന് നെടുമ്പാട് വീണ് അവന്റെ മുൻപിൽ ഒന്ന് നിലവിളിച്ചാൽ നിന്നെ ബലത്തോടെ എഴുന്നേൽപ്പിക്കാൻ അവൻ ശക്തനാ. രക്തത്താൽ. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറയുക, എന്റെ ബലം ക്ഷയിച്ചു പോയി തുടങ്ങി, എന്റെ ബലം ചോർന്നു പോയി, എന്റെ ശക്തി പഴയതുപോലെ ഇല്ല, പഴയ പോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, പഴയ പോലെ ആരാധിക്കാൻ പറ്റുന്നില്ല, പഴയ പോലെ വചനം ധ്യാനിക്കാൻ പറ്റുന്നില്ല, പഴയ പോലെ ഉപവസിക്കാൻ പറ്റുന്നില്ല, പഴയ പോലെ രാത്രിയിൽ ഉറക്കളിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, പണ്ടത്തെ പോലെ ദൈവശബ്ദം ഒന്ന് കേൾക്കാൻ പറ്റുന്നില്ല, പണ്ടത്തെ പോലെ ദർശനം ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല. പരിശുദ്ധാത്മാവ് പറഞ്ഞു,
ഭക്തനോട് കുഞ്ഞ് തകരാറെങ്ങുമല്ല, അകൃത്യമാണ്, അകൃത്യമാണ്. അത് ബോധ്യപ്പെടുന്നതാണ് ഭാഗ്യം. ഭക്തനിവിടെ ഉണ്ടായ ഏറ്റവും വലിയ ഗുണം അത് തിരിച്ചറിയാൻ പറ്റി. ഇത്രയും ദിവസം താൻ പറഞ്ഞുകൊണ്ടിരുന്നത് ചുറ്റുപാടുകളെ നോക്കിയ എന്തൊക്കെയോ പ്രതിസന്ധികൾ വല്ലാതെ അലട്ടപ്പെട്ടപ്പോൾ കൂടെ താൻ ചിന്തിച്ചു എവിടുന്നൊക്കെയോ വന്ന പോരാട്ടങ്ങൾ. സംഭവം പോരാട്ടമൊക്കെ ഉണ്ട്, പ്രതികൂലമാണ്, സംഭവം ശരിയാ, പ്രതികൂലമാ. പക്ഷെ പരിശുദ്ധാത്മാവ് ഇവിടെ ബോധ്യപ്പെടുത്തിയപ്പോൾ താൻ ബോധ്യപ്പെട്ട് പറയുന്ന വാക്കാണ് എന്റെ അകൃത്യം. സ്തോത്രം. എന്റെ അകൃത്യം, എന്റെ അകൃത്യം എന്ത് ചെയ്തിരിക്കുക? എന്റെ ബലം ക്ഷയിപ്പിച്ചിരിക്കുക. സ്തോത്രം, സ്തോത്രം. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 17-ാം വാക്യം, 17, 18, 19 വാക്യം വായിച്ചാൽ തിരുവചനത്തിൽ ഇത്രയും വലിയ വിശുദ്ധനായ ഒരു മനുഷ്യൻ രണ്ടാമതില്ല. ജോസഫിനെ പോലും ആ സ്ഥാനത്ത് നിർത്താൻ പറ്റിയില്ല. ജോസഫിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഒരു പോരായ്മ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് എന്താ അറിയോ? സഹോദരന്മാരെ കുറിച്ച് അപ്പൻ എടുത്തി എന്ന് യേശുവിന് പറയും. നുണയാണോ എന്ന് ചോദിച്ചാൽ നുണയൊന്നും അല്ല, പിന്നെ കേട്ടതും കണ്ടതും ഒന്ന് പറയും. മനസ്സിലിരിക്കുകയില്ല. ആരോട് പറയില്ലേ സിസ്റ്ററെ? സിസ്റ്ററിനോടായോണ്ടാ ഞാൻ പറയുന്നത്. അയ്യോ എനിക്കും അറിയാം, എന്നോടായോണ്ടാ പറയുന്നത്. സ്വതന്ത്രം ആരും പറഞ്ഞില്ല. ഫോൺ താഴെ വെക്കുന്നതിന് മുമ്പ് അടുത്ത ആളിനോടും പറയും, ആരോടും പറയില്ലേ, ഞാൻ സിസ്റ്ററിനോട് മാത്രം പറയുക. സ്വതന്ത്രം. പക്ഷെ ഈ ഭക്തൻ വേദപുസ്തകത്തിൽ ഇതുപോലൊരു വിശുദ്ധൻ രണ്ടാമതില്ല. ഇതുപോലൊരു വിശുദ്ധൻ രണ്ടാമതില്ല. അതാണ് ദാനിയേൽ. കർത്താവിനെ വിളിച്ച് പേര് കേൾക്കണോ? ഏറ്റവും പ്രിയ പുരുഷനായ, പുരുഷത്വത്തിൽ കളങ്കമില്ലാത്തവൻ, രക്തം ജയം, ദൈവം വിളിക്കുക ഏറ്റവും പ്രിയ പുരുഷൻ, ഏറ്റവും പ്രിയ പുരുഷൻ. ഇന്ന് രാത്രി അബുദാബി പട്ടണത്തിൽ ഒത്തിരി സഭകളുണ്ട്, വലുതും ചെറുതുമായ സഭകളുണ്ട്. നിന്നേക്കാൾ പ്രാപ്തിയും ബുദ്ധിയും കഴിവും സാമർത്ഥ്യവും കഴിവുള്ളവരുണ്ട്. പക്ഷെ കർത്താവ് ഇന്ന് രാത്രി വിളിച്ചാൽ എങ്ങനെ വിളിക്കും? എന്ത് വിളിക്കും? മുമ്പിൽ എന്ത് ചേർത്ത് വിളിക്കും? സ്തോത്രം. ദാനിയേലിനെ കർത്താവ് അങ്ങനെ വിളിച്ച അത്ര വിശുദ്ധനായ ഭക്തനായ ആ മനുഷ്യൻ പ്രാർത്ഥനാ മുറിയിൽ മുട്ടുകുത്തിയപ്പോൾ താൻ ഏറ്റു പറയാൻ ചിലതുണ്ടായിരുന്നു. രക്തം ജയം. താൻ തന്നിലേക്ക് തന്നെ ഒന്നുകൂടെ തിരിഞ്ഞു. ദൈവം സാക്ഷ്യം പറഞ്ഞതുകൊണ്ടോ ദൂതന്മാര് സാക്ഷ്യം പറഞ്ഞതുകൊണ്ടോ ഞാൻ മാത്രമാ പെർഫെക്റ്റ് എന്നല്ല പറഞ്ഞത്. തെറ്റുണ്ട് കർത്താവേ, എന്നോട് പൊറുക്കണേ. അപ്പാ ദേശത്തിന്റെ വിടുതലിന്, എൻ്റെ ജനത്തിന്റെ വിടുതലിന്, എൻ്റെ സഭയുടെ വിടുതലിന് ഇന്ന് രാത്രി ഞാൻ ദൈവമക്കളോട് ചോദിക്കുക. പണ്ടത്തെ കാലത്തൊക്കെ ദൈവസഭയിൽ വിഷയം വന്നാൽ അങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങുന്നേ. ഹല്ലേലൂയ. ഇന്നത്തെ കാലത്ത് മാറി മാറി നമ്മൾ അങ്ങോട്ട് പറയും, അത് ഇന്ന സഹോദരന്റെ കുറ്റം കൊണ്ട് തന്നെ, പുള്ളിയും ഭാര്യയൊക്കെ എനിക്കറിയാം, അല്ലെ സഹോദരി എനിക്കറിയാം, ഇതാ നമ്മൾ പറയുന്നത്. പക്ഷെ അവിടെ അങ്ങനല്ല. പഴയ കാലത്തെ സഭ എന്ന് പറഞ്ഞാൽ ഒരു വിഷയം വന്നാൽ ആ വീട്ടിലോട്ട് എന്ന് മുട്ടുമടക്കിയിട്ട് ആദ്യം തന്നെത്താൻ സമർപ്പിക്കും. ദൈവമേ, എൻ്റെ അകൃത്യം ഈ ഭവനത്തിന്റെ വിടുതലിന് തടസ്സമാകരുത്, ഈ കുഞ്ഞിന്റെ വിടുതലിന് തടസ്സമാകരുത്, ഈ വ്യക്തിയുടെ സൗഖ്യത്തിന് തടസ്സമാകരുത്. എൻ്റെ അകൃത്യം എൻ്റെ കണ്ണിൽ, എൻ്റെ വാക്കിൽ, എൻ്റെ പ്രവൃത്തി, എന്റെ നോട്ടത്തിൽ വന്ന ബലഹീനതകൾ ദൈവമേ ക്ഷമിക്കണമേ, ക്ഷമിക്കണമേ, ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. ഇവിടെ ഒരു മനുഷ്യൻ പ്രാർത്ഥന തുടങ്ങുക. എങ്ങനെ പ്രാർത്ഥിച്ച ശബ്ദം നിങ്ങൾ ശ്രമിക്കുക. ആ വാക്യം ഒന്ന് വായിക്കാമോ ആർക്കെങ്കിലും പ്ലീസ്? 17-ാം വാക്യം. ഞങ്ങളുടെ ദൈവമേ, അടിയന്റെ പ്രാർത്ഥനകളും യാചനകളും കേട്ട് പ്രകാശിപ്പിക്കുമാറാകണമേ. എന്റെ ദൈവമേ, ആ ചെവി ചായ്ച്ചു കേൾക്കണമേ, കണ്ണു തുറന്ന് കടാക്ഷിക്കണമേ. ആശ്രയിച്ചുകൊണ്ട് ബോധിപ്പിക്കുന്നു. കർത്താവേ കേൾക്കണമേ, കർത്താവേ ക്ഷമിക്കണമേ. എന്റെ ദൈവമേ, ക്ഷമിക്കൊണ്ട് പ്രവർത്തിക്കണമേ. എന്റെ ദൈവമേ,
എന്നെ ഓർത്താൽ വീണ്ടും താമസിക്കാം, പക്ഷെ നിന്നെ നീ ഓർക്കണം. എന്താ നിന്നെ ഓർക്കേണ്ടത്? നിന്റെ ജനത്തോട് നീ പറഞ്ഞ വാഗ്ദത്തമുണ്ട്, നിന്റെ ജനത്തോട് നീ അരുളി ചെയ്ത ആലോചനയുണ്ട്. എന്നെ ഒന്നുകൂടെ ഓർത്താൽ ഒരുപക്ഷെ ഇനിയും നീളും. 70 സംവത്സരമായ ചില വിഷയത്തിന്റെ മുൻപിൽ മുട്ടുമടക്കി നിൽക്കുന്ന ദാനിയേൽ 70 സംവത്സരത്തിന്റെ പൂർത്തീകരണത്തിനായുള്ള പ്രാർത്ഥന ഉയർത്തുമ്പോൾ അനുതാപത്തിന്റെ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ തുടങ്ങുന്നത് ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുകയും എന്റെ പാപം, കണ്ടോ, എന്റെ പാപം, എന്റെ പാപം. ദാനിയേൽ ഒരു പാപവുമില്ലാത്ത, ഒരു പാപവും ചെയ്യാത്ത, ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ച ഭക്തൻ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കിയപ്പോൾ ദൈവത്തിന്റെ മുൻപിൽ താൻ നിർമ്മലനല്ലെന്ന് തനിക്ക് ബോധ്യമായി. ഇന്ന് രാത്രി അകൃത്യം നിന്റെ ജീവിതത്തിന്റെ ബലത്തെ ക്ഷയിപ്പിക്കുന്നെങ്കിൽ, നിന്റെ സന്തോഷത്തെ കെടുത്തുന്നെങ്കിൽ, നിന്റെ വിടുതലിനെ തടയുന്നെങ്കിൽ, നിന്റെ നന്മ തടഞ്ഞു വെച്ചിരിക്കുന്നത് മറ്റെങ്ങുമല്ല, മറ്റാരിലുമല്ല, അതെന്റെ അകൃത്യമാണെന്ന് ഇന്ന് രാത്രി ബോധ്യം ദൈവമക്കൾ ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണാൽ അവരോട് ദൈവത്തിന് ഒരു ശബ്ദമുണ്ട്, ഒരാലോചനയുണ്ട്. നിന്നെ ഞാൻ കൈവിടാത്ത ദൈവമാ. സ്തോത്രം. അതാണ് നമ്മൾ വായിച്ചു തുടങ്ങിയ വാക്യം. വീണ്ടും വരാം. യെശയ്യാ പ്രവചനം 41-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. അവിടെയാണ് തേജോമയനായ ദൈവം തന്റെ ഭക്തനോട് സംസാരിക്കുക. 10-ാം വാക്യം. നീ ഭയപ്പെടേണ്ട. ഈ വാക്യം കാണാതറിയാവുന്ന വാക്യ, കാണാതറിയാം. പ്രാർത്ഥിക്കുമ്പോഴും ഉദ്ധരിക്കുമ്പോഴും നടക്കുമ്പോഴും എല്ലാം നമ്മുടെ വായിലൂടെ കയറി ഇറങ്ങുന്ന വാക്യമാണ്. പക്ഷെ ഇന്ന് രാത്രി കർത്താവ് ആരോടൊക്കെയോ സംസാരിക്കുക കേട്ടോ. ദൈവത്തിന്റെ ആത്മാവിന് ഇന്ന് രാത്രി ഒരു ദൂത് കൈമാറാനുണ്ട്. നീ ഭയപ്പെടേണ്ട, പിന്നെ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇന്ന് രാത്രി കർത്താവ് പറയുക, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട. ഇന്ന് രാത്രി എന്റെ ദൈവം, എന്റെ ദൈവം, എന്റെ ദൈവം എന്നെ ധൈര്യപ്പെടുത്തുന്ന ദൈവമാണ്. എന്റെ ദൈവം എന്റെ കൂടെ ഇരിക്കുന്ന ദൈവമാണ്. എന്റെ ദൈവം എന്നെ ബലപ്പെടുത്തുന്ന ദൈവമാണ്. ആ ഉറപ്പുള്ള ദൈവമക്കൾ എത്ര പേരുണ്ട്? ഒന്ന്, ഞാൻ നിന്റെ ദൈവമാ. സ്തോത്രം. രാത്രി പറയാമോ, ദൈവമേ നീ എന്റെ ദൈവം. ദാവീദ് വിളിച്ചു പറഞ്ഞാതാ. അതുകൊണ്ട് ദാവീദ് ദൈവത്തോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ദൈവമേ നീ എന്റെ ദൈവം, നീ എന്റെ ദൈവം. ദൈവം പ്രവാചകനോട് അങ്ങോട്ട് പറഞ്ഞു, ഞാൻ നിന്റെ ദൈവമാ. ഇവിടെ ദാവീദ് തിരിച്ചു പറഞ്ഞു, അതേ ദൈവമേ, ഞാൻ അറിയുന്നു നീ എന്റെ ദൈവം. ദൈവമേ നീ എന്റെ ദൈവം. ഇന്ന് രാത്രി എന്റെ ദൈവം, സർവശക്തനായ ദൈവം, എന്നെ കൈവിടാത്ത ദൈവം, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം, എന്റെ വലങ്കരം പിടിച്ചിരിക്കുന്ന ദൈവം. അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ ആ കൈ ഉയർത്തി സ്തോത്രം ചെയ്യോ. ഒന്ന് ദൈവം പറയാ, ഞാൻ നിന്റെ ദൈവം, ഞാൻ നിന്റെ ദൈവം. 2, അടുത്തത് കർത്താവിന്റെ സ്വഭാവത്തിന്റെ വൈശിഷ്ട്യത, പ്രത്യേകത. കർത്താവ് പറയാ, ഞാൻ നിന്നെ ശക്തീകരിക്കും. നീ ബലഹീനനാണോ? എവിടെയാണ് നീ ബലഹീനപ്പെട്ടത്? പാപം, അകൃത്യം നിന്റെ മുൻപിൽ നിനക്ക് ബോധ്യപ്പെട്ടാൽ ആ സ്പോട്ടിൽ ഏറ്റു പറഞ്ഞോണം. പ്രാർത്ഥനയോടെ നീ ഏറ്റു പറഞ്ഞാൽ, നിന്റെ മനസ്സിൽ തോന്നിക്കുന്ന പാപങ്ങൾ ഏറ്റു പറഞ്ഞ് ദൈവസന്നിധി നീ ഓടിച്ചെന്നാൽ ദൈവം പറയാ, ഇനി നീ ബലഹീനനല്ല, ഇനി നീ ക്ഷീണിച്ചവളല്ല, ഞാൻ നിന്നെ ശക്തീകരിക്കുന്ന ദൈവമാ, ഞാൻ നിന്നെ ശക്തീകരിക്കുന്ന ദൈവമാ. ഇന്ന് രാത്രി എന്നെ ശക്തീകരിക്കുന്ന, അല്ല എന്നെ ശക്തനാക്കുന്നവൻ, പൗലോസിന്റെ ഭാഷ പറഞ്ഞാൽ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. ബലഹീനനാണ് ഞാൻ തളർന്നു പോകാറുണ്ട്. പലപ്പോഴും എന്നെ അസഹ്യപ്പെടുത്തുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന ചില വിഷയങ്ങൾ മുൻപിലുണ്ട്. പക്ഷേ എന്നെ ധൈര്യപ്പെടുത്തുന്ന, എന്നെ ശക്തീകരിക്കുന്ന, എന്നെ ബലപ്പെടുത്തുന്ന എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്. സ്തോത്രം. 4 പ്രധാനപ്പെട്ട കാര്യം. 1, ഞാൻ നിന്റെ ദൈവം, ഞാൻ നിന്നെ ശക്തീകരിക്കും. 3, ഇന്ന് രാത്രി കർത്താവ് ഇങ്ങോട്ട് പറയുക, ഞാൻ നിന്നെ, പറഞ്ഞേ, വാദമെന്ന് പറ. കർത്താവ് പറയുന്നത്, ഞാൻ നിന്നെ സഹായിക്കും. നമ്മളെ സഹായിക്കാന്ന് പറയുന്നവരൊക്കെ ഉണ്ടല്ലോ, സമയം വരുമ്പോൾ മാറിപ്പോയെന്ന് വരും.
അവർ കൈമലർത്തി കാണിക്കും. ബ്രദർ, ആഗ്രഹം ഉണ്ടായിരുന്നു, പ്രതീക്ഷിച്ചതാ, സഹായിക്കാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ വിചാരിച്ചത് നിങ്ങളെ സഹായിക്കാൻ പറ്റുമെന്ന്. പലപ്പോഴും നിസ്സഹായതയുടെ കരങ്ങളുമായി പലരും നിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ ഇന്ന് രാത്രി നമ്മെ വിളിച്ച വാക്ക് മാറാത്ത വിശ്വസ്തനായ ആ പൊന്നുനാഥൻ പറയുക, ഞാൻ നിന്നെ സഹായിക്കാം, ഞാൻ നിന്നെ സഹായിക്കാം. അതുകൊണ്ട് ഭക്തൻ പറഞ്ഞത്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. എന്തുകൊണ്ട്? മാറാത്തവനവന്, അവന് മാറാൻ പറ്റത്തില്ല. കാരണം അവന്റെ സ്വഭാവം തെറ്റിപ്പാൻ അവന് കഴിയത്തില്ല. കാരണം അവൻ മനുഷ്യനല്ല. മനുഷ്യൻ വാക്കുമാറുന്നവരാ, മനുഷ്യന്റെ സ്വഭാവം മാറുന്നവരാ, ചിരിച്ചാൽ ചിരിക്കുന്നവരാ, സ്നേഹിച്ചാൽ സ്നേഹിക്കുന്നവരാ, മിണ്ടിയാൽ മിണ്ടുന്നവരാ, അങ്ങോട്ട് കൈ നീട്ടിയാൽ ഇങ്ങോട്ട് തരുന്നവരാ, അങ്ങോട്ട് ചുംബിച്ചാൽ ഇങ്ങോട്ട് ചുംബിക്കുന്നവരാ, അങ്ങോട്ട് വിളിച്ചാൽ ഇങ്ങോട്ട് പ്രതികരിക്കുന്നവരാ. എന്നാൽ എന്റെ നാഥൻ ഏത് സമയത്തും ഒരു ദൈവവൈദ്യനുള്ള ഉറപ്പ്, ഞാൻ നിന്നെ കൈവിടാത്തവനാ, ഞാൻ നിന്നെ കൈവിടാത്തവനാ, ഞാൻ നിന്നെ സഹായിക്കുന്നവനാ, ഞാൻ നിന്നെ സഹായിക്കുന്നവനാ. സഹായത്തിന്റെ കരങ്ങൾ എല്ലാം പിൻവലിക്കപ്പെടുമ്പോഴും മാറാത്ത അരുമനാഥൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ എഴുന്നള്ളി വന്നിരിക്കുക. അവന്റെ വാഗ്ദത്ത വചനം ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവവൈദ്യരെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവിൽ ഇന്ന് രാത്രി നിന്നോട് കൈമാറാൻ ഒരു സന്ദേശം ഇതാ. നീ ആത്മാവിൽ ധൈര്യപ്പെട്. ഇന്ന് രാത്രി ധൈര്യമായിട്ട് പറ, എന്നെ സഹായിക്കാൻ കഴിയുന്ന ഒരു കരത്തിലാണ് ഞാൻ പിടിച്ചിരിക്കുന്നത്, എന്നെ സഹായിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തിലാണ് ഞാൻ ആശ്രയിക്കുന്നത്, എന്നെ സഹായിപ്പാൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു നല്ല ദൈവമാണ് എന്റെ ദൈവം. 4ാമത്തെ ഭാഗം എന്നറിയാമോ? ഞാൻ നിന്നെ വായിച്ചു, എന്റെ നീതിയുള്ള വലങ്കരം കൊണ്ട്. 4ാമത്തെ പ്രത്യേകത, താങ്ങുന്ന കരം. ഞാൻ നിന്നെ താങ്ങും. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ താങ്ങും. എപ്പോഴാ താങ്ങൽ ആവശ്യം? ബലഹീനപ്പെടുമ്പോഴാ, അസഹ്യത വരുമ്പോഴാ. ഭക്തൻ പ്രായവും ജടാനരയും ബാധിച്ചു നിന്നപ്പോൾ കർത്താവ് അരികിൽ വിളിച്ചു പറഞ്ഞു, കേൾക്കണമോ? വാർദ്ധക്യവും നരയുള്ള കാലത്ത് ചുമക്കാമെന്ന്, താങ്ങാമെന്ന്, ചുമക്കാമെന്ന് എല്ലാവരും ഇട്ടുകളയുന്നൊരു സമയം, മടുക്കുന്നൊരു സമയം, വെറുക്കുന്നൊരു സമയം, ഉപേക്ഷിക്കുന്നൊരു സമയം, എടുക്കാൻ ഒരു അരികിൽ വരിക താങ്ങുന്ന കരവുമായി. ഇന്ന് രാത്രി ആ കരത്തേല പിടിച്ചിരിക്കുന്നെന്ന് ഉറപ്പുണ്ടോ? ആ കരം ബലമുള്ള കരമാ. ആ ബലമുള്ള കരത്തിൽ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പൈതൽ താണിരുന്നാൽ ആ കരം നമ്മെ കൈവിടത്തില്ല. രക്തത്താൽ ജയം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനോട് പറയുന്ന ഒരു ദൂത് കൈമാറുക, കരഞ്ഞിരിക്കാനല്ല നിന്നെ വിളിച്ചത്. ആരും ഇല്ലെന്ന് വരുമ്പോൾ എന്നും കരഞ്ഞോ, കരയുന്ന നല്ലതാ, കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന നല്ലതാ, പക്ഷെ കരഞ്ഞ് തീർക്കാനുള്ളതല്ല നിന്റെ ആയുസ്. രക്തത്താൽ ജയം. കരച്ചിൽ നല്ലതാ, പക്ഷെ കരഞ്ഞ് അവസാനിപ്പിക്കാനുള്ളതല്ല നിന്റെ ആയുസ്. ഇന്ന് രാത്രി നിന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതിയുടെ പൂർണ്ണതയെ ആത്മാവിൽ തിരിച്ചറിഞ്ഞാൽ, മുൻപിൽ എത്ര വലിയ കടുങ്കട്ടായ വിഷയങ്ങൾ ഉണ്ടെങ്കിലും അതിന് മുകളിൽ നീ ആത്മാവിൽ വിളിച്ചു പറയാൻ തുടങ്ങണം. എന്നെ സേവിക്കുന്ന, ഞാൻ സേവിക്കുന്ന ഒരു ബലമുള്ള കരം എന്റെ കൂടെയുണ്ട്. എന്നെ ശക്തീകരിക്കുന്ന കരം, എന്നെ സഹായിക്കുന്ന കരം, എന്നെ താങ്ങുന്ന കരം. ആ കരത്തിൻ കീഴിൽ ഞാൻ അമർന്നിരിക്കുന്നത് കൊണ്ട് അവന്റെ തൃക്കരം എന്നെ താങ്ങി മുൻപോട്ട് നടത്തും. സ്തോത്രം, സ്തോത്രം. 1 ശമൂവേലിന്റെ പുസ്തകം 30-ാം അധ്യായം 14-ാം വാക്യം. 4-ാം വാക്യം. 1 ശമൂവേലിന്റെ പുസ്തകം 30-ാം അധ്യായം. ബലമില്ലാതായാൽ, അയ്യോ, ഇവിടെ കരഞ്ഞു ബലം പോയൊരുത്തൻ. രക്തത്താൽ ജയം. കരഞ്ഞു ബലം കിട്ടിയാലും ഉണ്ടോ? ഇല്ല. കരഞ്ഞ ബലം പോവുക കേട്ടോ. കരഞ്ഞ ആയുസ് തീർക്കല്ലേ. ഇന്ന് രാത്രി നീ ബലം പ്രാപിക്കണം. ഇവിടെ ബലം പോയി, ഉള്ള ബലം കൂടെ പോയി. വിഷയം വന്നപ്പോൾ കരയാൻ തുടങ്ങിയത്. താങ്ങാൻ വയ്യാതെ കരയുക, വാവിട്ട് കരയുക,
ഭാര്യമാര്, സമ്പത്ത് എല്ലാം നഷ്ടപ്പെട്ടു. ഇവിടെ സിക്ലാവിൽ വീണ് കിടന്ന് കരയുന്ന ഒരു ഭക്തൻ. രക്തത്താൽ ജയം. വീണ് കരഞ്ഞ് 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 എപ്പോ എഴുന്നേറ്റാലും കരച്ചിൽ. സ്വത്രം സാക്ഷ്യം പറഞ്ഞാൽ കരച്ചിൽ, പ്രാർത്ഥിച്ചാൽ കരച്ചിൽ. നല്ലതാണ്, അനീതി ഭാഗ്യമാണ്, സ്വത്രം ചെയ്യുന്നു. പക്ഷേ ഇന്ന് രാത്രി കരച്ചിൽ കൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഇടണ്ടേ? കരച്ചിൽ കൊണ്ട് നീ അവസാനിപ്പിക്കരുത്. നിന്റെ കരച്ചിലിനപ്പുറത്ത് ഇന്ന് രാത്രി ആത്മാവിന്റെ ബലം നീ ധരിക്കണം. നിന്റെ ദൈവം ആരാണെന്നുള്ള ആഴമായ ഒരു വെളിപ്പാട് നിന്റെ അകത്ത് വരുമ്പോൾ നീ എഴുന്നേറ്റ് ആളുമാറിയ ഒരവസ്ഥയിലേക്ക് നീങ്ങണം. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവിന്റെ ആത്മാവ് എന്നോട് പറയുന്ന ഒരു ദൂത് പറയാം. വേണ്ട ഇനി കരച്ചിൽ. എന്താ കാര്യം? വെളിപ്പാട് പുസ്തകത്തിലേക്ക് വന്നേ, വേഗം വായിക്കാം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 3-ാം വാക്യം. രക്തത്താൽ ജയം. സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യനോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. ഇന്ന് രാത്രി ഒരുത്തം മാത്രം സ്വർഗത്തിൽ കരയുക. ഒറ്റയാളെ ഉള്ളു കരയുന്നു. സ്വർഗത്തിൽ ആരും കരയുന്നവരില്ല. സ്വർഗത്തിലോട്ട് ചെന്നപ്പോ ഭയങ്കര ആർപ്പുവിളിയാ, ഹല്ലേലൂയയുടെ സ്വരമാ, അവിടെ പാട്ട് നൃത്തമാ. പക്ഷെ അതിനിടയ്ക്ക് ഒരാൾ ഇരുന്ന് കരയുക. കരയുന്നവരെ കണ്ടപ്പോൾ ഓടിച്ചെന്ന ദൂതൻ കവിൾ തുടച്ചിട്ട് പറഞ്ഞു, ഇവിടെ കരയരുത്, ഇത് കരയേണ്ട സ്ഥലമല്ല, ഇത് ആനന്ദത്തിന്റെ സ്ഥലമാണ്. ഇന്ന് രാത്രി ദൈവസഭയോട് ഞാൻ പറയാം, സഭ ആനന്ദിക്കേണ്ടതുമാ. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷമാ സഭയ്ക്കകത്ത്. ദൈവവൈദ്യന്റെ കൂടാരത്തിന്റെ അകത്ത് ഉയരേണ്ടത് ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷമാ. രക്തം ജയം, രക്തം ജയം. ഇന്നലകളിൽ കരഞ്ഞ് കരഞ്ഞു തുടങ്ങിയ നിന്നോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയാ, അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇട് കുഞ്ഞെ. ഇനി നീ കരഞ്ഞല്ല ചുവട് വയ്ക്കേണ്ടത്. 6-ാം മാസം മാവ് തുറന്ന് പറയാമോ, എന്റെ കരച്ചിൽ മാറ്റുന്ന, എന്റെ വിലാപത്തെ നൃത്തമാക്കുന്ന, എന്റെ രക്തടിച്ച് എന്നെ സന്തോഷം ഉടിപ്പിക്കുന്ന ഇന്ന് രാത്രി ദൂതിനെ ഏറ്റെടുക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ ഇന്ന് രാത്രി ബലപ്പെട്. കഴിഞ്ഞ ചില വർഷങ്ങൾ കൊണ്ട് നീ കരഞ്ഞു, ശരിയാ, അത് പ്രമാണ വിരുദ്ധമല്ല. കരയേണ്ടതുപോലാ നീ കരഞ്ഞത്. പക്ഷെ ഇനി നിന്നെ കരയിപ്പിക്കാൻ ഒരു വിഷയവും മുമ്പോട്ടില്ല. മതി. എന്റെ ദൈവം പറയുക, നിന്റെ കണ്ണുനീര് തുടയ്ക്കുന്നവൻ, നിന്റെ നൊമ്പരം എടുത്തു മാറ്റുന്നവൻ, നിന്റെ ദുഃഖത്തിന് വിരാമമിടുന്നവൻ. കരഞ്ഞ വിഷയത്തിൽ ഇനി കരയിപ്പിക്കാതെ ഇന്നലകളിൽ കരഞ്ഞ ചിലതിനുമേ നിനക്കൊരു ജയക്കൊടി ഇന്ന് രാത്രി ആത്മാവിൽ ചിലർ കാണണം. യേശുവിന്റെ നാമത്തിൽ ഈ ആരാധനയ്ക്ക് ഇന്ന് രാത്രി ദൈവം നിന്നെ കൊണ്ടുവന്ന് എന്തിനാണെന്നറിയാമോ? ഇനിയും കുറച്ച് മാസം കൂടെ, ഇനിയും കുറെ ദിവസം കൂടെ നിന്നെ കരയിപ്പിക്കുമെന്ന് വാദിക്കുന്ന ഇരുട്ടിന്റെ ശക്തിയോട് ഇന്ന് രാത്രി ആത്മാവിൽ നീ പറ, എന്റെ ദൈവം, എന്റെ ദൈവം. യെശയ്യാവിനോട് പറയാ, ഞാൻ നിന്റെ ദൈവം, ഞാൻ നിന്റെ ദൈവം. ഇന്ന് രാത്രി അവൻ ദൈവമായവൻ, അവൻ രക്ഷയായവൻ, അവൻ പാറയായവൻ, അവൻ സങ്കേതമായവൻ, അവൻ ഉറപ്പുള്ള ഗോപുരമായവൻ, അവൻ ജീവനുള്ള ദൈവം. ഇന്ന് രാത്രി നിന്നോട് പറയുക, ഞാൻ നിന്റെ കണ്ണുനീർ തുടയ്ക്കുന്നവനാ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഓ ദാവീദേ, കരഞ്ഞ് കരഞ്ഞ് നിന്റെ ബലം പോയോ? ബലം പോയെങ്കിൽ ഇന്ന് രാത്രി സ്വർഗം പറയുക, ഞാൻ നിന്നെ ബലപ്പെടുത്തുന്ന ദൈവമാ, ഞാൻ നിന്നെ ശക്തീകരിക്കുന്ന ദൈവമാ. ബലമില്ലാത്തവർക്ക് ബലം വർദ്ധിപ്പിക്കുന്നവൻ ഇന്ന് രാത്രി നമ്മോട് സംസാരിക്കുന്നു. അവന്റെ വാഗ്ദത്ത നിറവിന്റെ പൂർണ്ണതയുടെ അളവിൽ ഇന്ന് രാത്രി നിന്നെ ഏൽപ്പിച്ചു കൊടുക്ക. അവൻ നമുക്കായി കരുതുന്നവനായോ.
യെരമ്യാ പ്രവചനം 23-ാം അധ്യായം അതിന്റെ 4-5 വാക്യം ഒന്ന് എടുത്ത് വായിച്ചേ. യെരമ്യാ പ്രവചനം യേശുവിന്റെ നാമത്തിൽ അധര രക്ഷകരിക. ഞാൻ വേഗം അവസാനിപ്പിക്കാം. പക്ഷെ ഇന്ന് രാത്രി ചില ഉള്ളങ്ങളുടെ മുറിവുകളെ പരിശുദ്ധാത്മാവ് കെട്ടുന്നുണ്ട്. വചനം അയച്ച് ഇന്ന് രാത്രി ചില മേഖലകളിൽ വിടുതൽ വെളിപ്പെടുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഈ 5-ാം മാസത്തിൽ ദൈവത്തിന്റെ മഹത്വത്തെ യേശുവിന്റെ നാമത്തിൽ കഴിഞ്ഞ 7 വർഷം നിങ്ങളുടെ നടുവിൽ പരമാർത്ഥതയോടെ ഞാൻ ഇപ്പോൾ പിറ്റി നിന്നിട്ടുള്ളൂ. എന്റെ ദൈവം തന്ന ആലോചന മാത്രമേ പങ്കിട്ടിട്ടുള്ളൂ. ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ അധികാരത്തോടെ പറയുന്നു, ചില മുറിവുകൾ ഇനിയും കെട്ടപ്പെടാത്തത്, ചില മേഖലകളിൽ കൈവരിക്കേണ്ട വിജയങ്ങളെ നീട്ടിവിടുന്ന, അതിനെ തട്ടി മാറ്റിക്കളഞ്ഞ, ഉൾത്തടത്തിലെ ആനന്ദത്തെ വിലാപമാക്കിയ ചില പോരുകൾ ഇന്ന് രാത്രി വെളിപ്പാടിൽ ഇറങ്ങി വന്നവൻ ദൈവത്തിന്റെ ദാസൻ യോഹന്നാന്റെ കവിൾത്തടത്തിലെ കണ്ണുനീർ തുടച്ചവൻ ഇന്ന് രാത്രി നിന്നോട് പറയുക, ഇനി നീ കരയണ്ട. 23-ാം അധ്യായം 4-5 വാക്യം. ഇടയനും ആടും തമ്മിലുള്ള ബന്ധമാ. 23-24 അധ്യായം എസെക്കിയേൽ പ്രവചനത്തിൽ, യെരമ്യാ പ്രവചനത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നൽകുന്നത് അതേ ഭാഗം 34-ാം അധ്യായം എസെക്കിയേലിലും കിടപ്പുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് രണ്ടാമത് ഓടി വരാം. ഒന്ന് ശ്രദ്ധിക്കണം, അവയെ മേയ്ക്കേണ്ടതിന് ഞാൻ ഇടയന്മാരെ നിയമിക്കും. പിന്നെ ആടുകളെ കുറിച്ച് പറയാ, അവ ഇനി പേടിക്കയില്ല, ഭ്രമിക്കയില്ല. കാണാതെ പോയതിനെ തെരഞ്ഞു രക്ഷിപ്പാൻ ഒരു നല്ല ഇടയൻ ഇറങ്ങി വന്നു. ആ അരിമനാഥൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ നീ പേടിക്കാതെ, ഭ്രമിക്കാതെ, നിന്നെ ചേർത്ത് പിടിക്കാൻ ആ പരമ ഇടയൻ, വലിയ ഇടയൻ, ശ്രേഷ്ഠ ഇടയൻ, എന്റെ പ്രാണനാഥൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. വചനം പറയുന്നു, പേടിക്കയില്ല, ഭ്രമിക്കയില്ല, കാണാതെ പോകുകയുമില്ല. പിന്നെ ഞാൻ ദാവീദിന്റെ നീതിയുള്ള ഒരു മുളയായവനെ ഉത്ഭവിപ്പിക്കുന്ന നാൾ വരും. അതത്രേ സാക്ഷാൽ യേശുക്രിസ്തു. പ്രൈസ് ഗോഡ്. ദാവീദിന്റെ മുളയായവൻ അവൻ ഉത്ഭവിച്ചു കഴിഞ്ഞിരിക്കുക. എന്തിന്? ചിലതിനെ ചേർത്ത് പിടിക്കേണ്ടതിന്. ഓ ഹല്ലേലൂയ. ചിലതിനെ അകലുന്ന, ചിലതിനെ അടുപ്പിക്കേണ്ടതിന്, ചിലതിനെ താങ്ങുന്ന കരവുമായി അവൻ ഇറങ്ങി വന്നിരിക്കുക. നഷ്ടപ്പെട്ടു പോയതിനെ കാണാതെ പോകുന്ന ചിലതിനെ, ഉഴന്നു നടക്കുന്ന ചിലതിനെ, തപ്പി നടക്കുന്ന ചിലതിനെ ഇനി അങ്ങനെ വരാതെ, ഇനി അങ്ങനെ സംഭവിക്കാതെ ചേർത്ത് പിടിക്കുന്ന ആ പൊന്നുകരം. 34-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം മാത്രം ഒന്ന് വായിച്ച എസെക്കിയേൽ പ്രവചനം 34-ാം അധ്യായം 16-ാം വാക്യം. കാണാതെ പോയതിനെ ഞാൻ അന്വേഷിക്കുകയും. എന്താ മക്കളെ? പിശാചിന്റെ തന്ത്രം എത്ര വലുതാണെന്നറിയോ? ചിലതിനെ ഓടിച്ചു കളയുക, ചിലത് കാണാതെ പോവുക, ചിലത് ഒടിഞ്ഞ മുറിവേറ്റ് കിടക്കുക. ദീനം പിടിച്ചതിനെ, ഞാൻ ഈ വചനം ഇങ്ങനെ ധ്യാനിക്കുമ്പോൾ കർത്താവിന്റെ ആത്മാവിനോട് പറഞ്ഞു, ദീനം പിടിച്ചെന്ന് പറഞ്ഞാൽ രോഗശാന്തിയുടെ അത്യന്ത ശക്തി, ദൈവശക്തിയാൽ നിന്റെ മേൽ വ്യാപരിക്കുക. ഇനി നിന്നെ ദീനം പിടിച്ച് കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ദീനം പിടിച്ച് ദൈവസഭയ്ക്കകത്ത് നീ ഒരു രോഗിയായി ഞരങ്ങി കഴിയാനല്ല. ഇന്ന് രാത്രി സൗഖ്യമാക്കുന്നവന്റെ കരം ഇവിടെ വ്യാപരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 17-ാം വാക്യം വായിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ലൂക്കോസ് 5:17. എന്റെ കർത്താവിനെ കുറിച്ച് എഴുതിയിരിക്കുക. ആ ലൂക്കോസ് 5:17 ഒന്നുകൂടെ ശ്രദ്ധിച്ചോളെ. അവൻ ഒരു ദിവസം ഉപദേശിക്കുമ്പോൾ ഗലീലയിലും യഹൂദയിലുമുള്ള സകല സ്ഥലങ്ങളിൽ നിന്നും സൗഖ്യമാക്കുവാൻ ഇന്ന് രാത്രി കർത്താവിന്റെ ശക്തി, കർത്താവിന്റെ ശക്തി, കർത്താവിന്റെ ശക്തി ബലഹീനതയിൽ ശക്തീകരിക്കുന്ന ഒരു ദൈവശക്തി ഇന്ന് രാത്രി അത് ഇറങ്ങി വരുന്ന എന്തിനാണെന്നറിയാവോ? നിന്റെ പാപം ക്ഷമിച്ച്
നിന്റെ രോഗത്തെ സൗഖ്യമാക്കി നിന്നെ ബലമുള്ളവനാക്കി നിർത്താൻ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അക്കരത്തിന്റെ കീഴിൽ എത്ര പേര് താണിരിക്കാൻ ആഗ്രഹിക്കുന്നു? അടമന ഹദല ഘടക രചന ഘടകസിയ അന്തരാദില ഹതുരാധകൽക്കന ഐഡോറിയ ലവക്ഷേ ഹന്ദൽ കടാ റിഗസി അന്ധനദിഗന ഘടക സന്ധര. ഹല്ലേലൂയ. വേദപുസ്തകം അടച്ചു വയ്ക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ആഴമായ ഒരു ഗൈഡൻസ് എനിക്ക് തരുന്നു. ഇന്ന് രാത്രി ചില തലങ്ങളിൽ ചില വിടുതൽ അയക്കപ്പെട്ടിട്ടുണ്ട്. വചനം ഏറ്റെടുത്ത വ്യക്തി ജീവിതങ്ങളിൽ യേശുവിന്റെ നാമത്തിൽ വിലാപമാക്കുന്ന ചില ഭവനങ്ങളെ നിന്ദയ്ക്ക് വിടും. നിന്റെ തല ഉയർത്താൻ ശത്രുക്കളുടെ മുൻപിൽ സമ്മതിക്കത്തില്ല എന്ന് വാദിക്കുന്ന ചില തലങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അവയുടെ മേലൊരു ജയക്കൊടി ആത്മാവിൽ എത്ര പേര് ദർശിക്കാൻ കഴിയോ? ഇന്ന് രാത്രി വാ കൊണ്ട് വിളിച്ചൊന്ന് പറഞ്ഞാൽ മതി, എന്റെ ദൈവം ആരാണെന്ന് എനിക്കറിയാം. എന്റെ ദൈവം എന്നെ ശക്തീകരിക്കുന്ന ദൈവമാ, എന്നെ താങ്ങുന്ന ദൈവമാ, എന്നെ ബലപ്പെടുത്തുന്ന ദൈവമാ, എന്നെ സഹായിക്കുന്ന ദൈവമാ. ഒന്നെന്നെ ശക്തീകരിക്കുന്നവൻ, എന്നെ സഹായിക്കുന്നവൻ, എന്നെ താങ്ങുന്നവൻ. യേശുവിന്റെ നാമത്തിൽ നിന്നെ താങ്ങുന്ന, നിന്നെ ശക്തീകരിക്കുന്ന, നിന്നെ സഹായിക്കുന്ന അവന്റെ കരം. ഒന്ന് പ്രാർത്ഥിച്ചേ സഹോദരി, ഇന്ന് രാത്രി ബലവുമായിട്ട് നീ മടങ്ങ്. ഒരു പുതിയ ബലം ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്റെ മേൽ തരിക. എവിടെയെങ്കിലും നീ ബലഹീനപ്പെട്ടു പോയെങ്കിൽ, എവിടെയെങ്കിലും നീ ക്ഷീണിച്ചു പോകുന്നെങ്കിൽ, ആത്മാവ് ഇന്ന് രാത്രി ശക്തിപ്പെട്ട് ഇന്ന് രാത്രി എന്റെ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ആരാധിച്ചാട്ടെ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. കരങ്ങൾ തട്ടേണ്ടവർ തട്ടി, വാതിലൊന്ന് സ്തുതിക്കേണ്ടവർ സ്തുതിച്ച് ഇന്ന് രാത്രി ലജ്ജിക്കേണ്ട. വലങ്കരം ഇറങ്ങി വരിക, അത്രിക്കരം ഇറങ്ങി വരിക. നീ പോലും അറിയാതെ നിന്റെ മുകളിൽ വാഴകോരുന്ന, വെല്ലുവിളിക്കുന്ന ചില ഇരുട്ടിന്റെ ശക്തിയെ ഇന്നോ രാത്രി സ്വർഗീയ പിതാവ്
പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രാർത്ഥന ആവശ്യമുള്ളവർ തങ്ങളുടെ വലങ്കരം മാർബോട് ചേർത്ത് വെച്ചാൽ പിതാവേ, ഇന്ന് രാത്രി അവിടുത്തെ സാന്നിധ്യത്തിലൂടെ അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നുണ്ട്. അവിടുത്തെ വചനം ഇന്ന് രാത്രി ഇവിടെ അയച്ചതുകൊണ്ട് സ്തോത്രം. പിതാവേ, ഒത്തിരി വേദന അനുഭവിക്കുന്നുണ്ട്, വല്ലാതെ ഭയപ്പെട്ടു പോകുന്നതിനുണ്ട്, അടുത്ത ചുവട് എങ്ങനെ മുൻപോട്ട് വയ്ക്കുമെന്ന് അറിയാതെ തളർന്നിരിക്കുന്നുണ്ട്. എൻ്റെ ഭാവി, എൻ്റെ വഴി, എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി, എൻ്റെ ജീവിതത്തിൻ്റെ വഴിത്താരയിൽ നേടിയെടുക്കേണ്ട ചില വാഗ്ദത്തങ്ങൾ ദൈവാലോചനയുടെ പൂർണ്ണതയുടെ പൂർത്തീകരണത്തിലേക്ക് എത്താൻ കഴിയാതെ തളർന്നിരിക്കുന്ന ചിലരുണ്ട്. ഇന്ന് രാത്രി അവിടുത്തെ വചനം അയച്ച് ഉറപ്പിച്ചു കഴിഞ്ഞതുകൊണ്ട് സ്തോത്രം. നിന്റെ ജനത്തിൻ്റെ മേൽ തിരുസാന്നിധ്യം വെളിപ്പെട്ടതുകൊണ്ട്, നിന്റെ ജനത്തെ ശക്തീകരിച്ചതുകൊണ്ട് സ്തോത്രം. ഈ രാത്രി സമാധാനവും ആശ്വാസവും സൗഖ്യവും നിന്റെ ജനത്തിന് നേരുകയാണ്. അവിടുന്ന് ശക്തീകരിച്ചിരിക്കുക, അവിടുത്തെ സഹായിക്കുന്ന കരം ഇറങ്ങി വന്നതുകൊണ്ട് ആ താങ്ങുന്ന തൃക്കരം നിരന്തരം കൂടെ ഉള്ളതുകൊണ്ട് സ്തോത്രം. അവിടുത്തെ സന്നിധിയിൽ നിന്റെ ജനത്തെ അനുഗ്രഹിക്കുന്നു. സമാധാനബന്ധത്തിൽ കാത്താട്ടെ, ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. കൈ ഉയർത്തി കർത്താവിന് ഒരു സ്തോത്രം കൂടി ചെയ്താട്ടെ. താങ്ക് യു.